ആഭ്യന്തര കുറ്റവാളി ഡയറക്റ്റഡ് ബൈ സേതുനാഥ് പത്മകുമാർ. ആളിതിനു മുന്നേ ചെയ്തിരിക്കുന്ന സിനിമകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയാൻ പാടില്ല. നൈസാം സലാം പ്രൊഡ്യൂസർ, അജയ് ഡേവിഡ് കാച്ചപ്പള്ളി സിനിമാറ്റോഗ്രാഫർ. ഓക്കെ. സൗബിൻ സോമൻ എഡിറ്റർ. അപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് ഹരിശ്രീ അശോകൻ, അസീസ് നെടുമങ്ങാട്, ആസിഫ് അലി, സിദ്ധാർത്ഥ് ഭരതൻ, ആനന്ദ് മന്മഥൻ, വിജയകുമാർ ഹെൻറി, നമ്മുടെ ബൊമ്മ മച്ചാൻ, പിന്നെ ശ്രേയ രുക്മിണി, പവി കെയർടേക്കറിലുള്ള നടി, തുളസി ഹരിദാസ്. ആൾ പുതിയ ആളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും പേരാണ് മെയിൻ റോളുകളൊക്കെ ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, തുറന്ന അഭിപ്രായം ഞാൻ പറയാൻ പോവാണ്. തികച്ചും പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. സിനിമയുടെ മേക്കിംഗ് ആയിക്കോട്ടെ എല്ലാം. ഇത് നേരത്തെ എപ്പോഴോ എടുത്തു വെച്ച ഒരു സിനിമ പോലെയുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ആരും മോശം പ്രകടനമോ അല്ലെങ്കിൽ മോശം രീതിയിൽ അഭിനയിച്ചതായിട്ടുള്ള അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. സിനിമ ഫസ്റ്റ് ഹാഫ് വളരെ ഔട്ട്ഡേറ്റഡ് ആയി ഫീൽ ചെയ്തു എന്നുള്ളൊരു കുഴപ്പം എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പല അവസരങ്ങളിലും എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ലപോലെ ബോറടിച്ചു. അസീസ് നെടുമങ്ങാട് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആനന്ദ് മന്മഥൻ, നമ്മുടെ പൊന്മാനിലൊക്കെ അഭിനയിച്ചുള്ള മച്ചാനില്ലേ, അറ്റൻഷൻ പ്ലീസിലേക്കുള്ള മച്ചാൻ വളരെ നല്ലൊരു പെർഫോമൻസാണ്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടാണ് ആസിഫ് അലിയുടെ. പിന്നെ നമ്മുടെ ബൊമ്മ പാട്ടിലുള്ള മച്ചാൻ, പുള്ളിയൊക്കെ ഇതിനകത്തൊരു വക്കീലായിട്ടാണ്. അവരൊക്കെ മെയിനായിട്ട് ക്യാരക്ടേഴ്സ് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അതുപോലെ ഈ രുക്മിണി എന്ന് പറഞ്ഞ ശ്രേയ രുക്മിണി എന്ന് പറഞ്ഞ ആക്ട്രസൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിലുള്ളത് തുളസി ഹരിദാസാണ്. തുളസി ഹരിദാസിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയില്ല. പിന്നെ ഒരു നടി കൂടി ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല ആരാണെന്നൊക്കെ. ഒന്നാമതാളുടെ പേരും എനിക്കറിയില്ല, സെക്കൻഡ് ഹാഫിലൂടെ വരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യമൊന്നും എനിക്ക് അത്ര കൺവിൻസിങ് ആയില്ല. പിന്നെ ഇതൊക്കെ കൂടാതെ ജഗദീശേട്ടനുമുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുമുണ്ട്, ഹരിശ്രീ അശോകനും. ഇവർ 3 പേരും കുറച്ച് നേരമുള്ളൂ, പക്ഷെ കുറച്ച് നേരം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ട് പോയി. സൂപ്പറായിരുന്നു. ഇവർ വന്ന ആ പോർഷൻസൊക്കെ ഭയങ്കര ക്വാളിറ്റിയുള്ള കുറച്ച് പോർഷൻസ് ആയിരുന്നു. അവരുടെ ആക്ടിങ്ങിൻ്റെ ആ ഒരു ഗുണം കൊണ്ടിട്ട് അതൊക്കെയാണ് എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ തുറന്ന് പറയാം, ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ആസിഫ് അലി എന്നുള്ള നടൻ്റെ കയ്യിൽ ഏത് റോളും ഭദ്രമാണ്. ആസിഫിനെ കൊണ്ട് ഇനി മോശമായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. കഴിഞ്ഞ 3 വർഷത്തെ ആസിഫ് അലിയുടെ ഫിലിം ചോയ്സസും പെർഫോമൻസും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സിനിമ മോശമായി തോന്നിയാൽ പോലും, സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആസിഫ് അലി എന്നുള്ള നടനെയും ആസിഫ് അലിയുടെ പെർഫോമൻസും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. കാരണം ഹീ ഹാസ് സം സോർട്ട് ഓഫ് ചാം. അത് ഈ സിനിമയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു പ്രത്യേക തരം സ്റ്റോറിയാണ്. പക്ഷേ അതൊക്കെ അൺഫോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ ഈ സ്റ്റോറി ഒന്ന് വേറിട്ട് മാറുന്നത് സെക്കൻഡ് ഹാഫിലാണ്, എസ്പെഷ്യലി ടുവേർഡ്സ് ലാസ്റ്റ് 20 മിനിറ്റ്സ്. ആ ലാസ്റ്റ് 20 മിനിറ്റ്സിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യം വന്നത്. പൊതുവേ ഈ ഫെമിനിസ്റ്റ് ടൈപ്പ് ആശയങ്ങളും ഫെമിനിസ്റ്റ് രീതിയിലുള്ള സിനിമകളും വോക്കിസും പരിപാടികളൊക്കെ നമ്മൾ കണ്ടുമടുത്തിരിക്കുന്ന ടൈമിലാണ് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ആണുങ്ങളുടെ സൈഡും കൂടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം വരുന്നത്. അത് ആസിഫ് അലി വളരെ കൺവിൻസിങ് ആയിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. ആ ഒരു പോർഷൻ ഓഫ് ദിസ് മൂവി ഇസ് വാട്ട് ഐ ഫെൽറ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ഒരു സംഭവം മാത്രമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമ കണ്ടതിൽ. അപ്പോൾ ലാസ്റ്റ് 20 മിനിറ്റ്സ് വരെ എത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. പക്ഷേ കമ്പയറിങ് ടു ദ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഫാർ ബെറ്റർ ആയിരുന്നു. ഈവൻ ഈ നടിയുടെ വരവോടുകൂടി സിനിമയ്ക്ക് ഒരു ചെറിയൊരു ജീവൻ വെക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവർ തമ്മിലൊരു ഒരു പറയാതെ പറയുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു കെമിസ്ട്രി പരിപാടികളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഒരു ഡ്രൈവ് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ ഈ നടീനെ അമ്പലത്തിൽ കാണുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആസിഫ് അലിയും ഈ നടിയും ശ്രേയ രുക്മിണിയും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് സിനിമയെപ്പറ്റി നല്ലത് ആയിട്ട് പറയാൻ തോന്നുന്നത്. കൂടുതലൊന്നും എനിക്ക് പറയാൻ വേറെ ഒന്നും ഇല്ല. ഇതൊരു ചെറിയൊരു സിനിമ, ആ ഒരു ലെവലാണ്. അപ്പോൾ ഇതെവിടെ കാണണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം, ഇത് തിയേറ്ററിൽ കാണണം എന്നൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ തിയേറ്ററിൽ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ഇവർക്ക് വലിയ ഗുണമാകും എന്നുള്ള ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ആസിഫ് അലി എന്നുള്ള നടനെ വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ആസിഫ് അലിയുടെ ഓരോ സിനിമയും ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു മനസ്സ് തോന്നുന്നു, ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലി പുതിയതായിട്ട് എന്ത് സിനിമ കൊണ്ടുമാണ് ഇപ്പോൾ തിയേറ്ററിലേക്ക് വന്നതെന്നൊക്കെ അറിയാനൊരു ആഗ്രഹം, ആ ഒരു ത്വരയുണ്ട്. ആസിഫിൻ്റെ സിനിമ വരുന്നതെന്ന് പറയുമ്പോഴേക്ക് നെക്സ്റ്റ് എന്താ പുള്ളി എടുത്തിരിക്കുന്നത്, ഇത്തവണ എന്താണ് കൊണ്ടുവന്നേക്കുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു സംഭവം. പിന്നെ ഈ സിനിമ എന്തോ കുറേ
എന്തോ ലീഗൽ ഇഷ്യൂസിലൊക്കെ പെട്ട് കിടക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റിലീസ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ സീരിയസ്ലി ഡൗട്ട് ദിസ് മൂവി വാസ് എന്താ പറയുക പിക്ചേർഡ് ലോങ് ബിഫോർ, ഫിലിം ലോങ് ബിഫോർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഔട്ട്ഡേറ്റ്നെസ് ആണ് ഈ സിനിമയ്ക്ക് എനിക്കൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വാസ് വെരി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. നല്ല ഒരു ഫീൽ ഗുഡ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് 20 മിനിറ്റ്സ് അതിനകത്ത് ജഗദീശ് ആയിക്കോട്ടെ എല്ലാവരും നൈസ് പെർഫോമൻസ് ആയിരുന്നു. ഇതാണ് എനിക്ക് സിനിമയെ പറ്റി തോന്നിയത്. അതാണ് മെയിനായിട്ട് എനിക്ക് സിനിമയെ പറ്റി തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ സിനിമയാണ്, ഓരോരുത്തർക്കും ഒരേ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു നോക്കിയ അഭിപ്രായം എന്താണെന്നുള്ളത് സ്വയം വിലയിരുത്തുക. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് 20 മിനിറ്റ്സ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ആസിഫ് അലി എന്നുള്ള നടനോട് എനിക്ക് പറയാനുള്ളത്, ബ്രോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ മൂവീസ് ഓഫ് യോഴ്സ്. വിവിധ തരം മൂവീസാണ് മച്ചാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആസിഫ് അലിയുടെ വരും കാലങ്ങളിലുള്ള മൂവീസ് എല്ലാം പോയി കാണാൻ ആഗ്രഹിക്കുന്നു. ഡിഫറെൻ്റ് ടൈപ്പ് റോളുകളൊക്കെ ആയിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. കെട്ടിയോളാൻ്റെ മാലാക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയൊക്കെയോ ഒരു വൈബൊക്കെ ഈ പടത്തിന് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പൂർണ്ണതയിലേക്ക് വന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ആയത്. എനിവേസ് ഇറ്റ് വാസ് എ ഓക്കേഷ് വാച്ച് ഈവൻ ദോ ഐ ലവ് ദ ലാസ്റ്റ് 20 മിനിറ്റ്സ്. അപ്പോൾ ലാസ്റ്റ് 20 മിനിറ്റ്സ് കാണാൻ മാത്രമായിട്ട് നിങ്ങൾ ഈ സിനിമ മസ്റ്റായിട്ട് കാണാം അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്ത് തോന്നിയെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ലാസ്റ്റ് 20 മിനിറ്റ്സ് ആണ് ഈ സിനിമയുടെ ഇഷ്ടമായത്. ഫസ്റ്റ് ഹാഫ് ശരിക്കും ബോറടിച്ചു. അത് ഞാൻ തുറന്ന് പറയണം. ഒരു വിഷമവും ഇതിൻ്റെ ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ മേക്കേഴ്സോ പ്രൊഡ്യൂസേഴ്സോ എന്നോട് കാണിക്കരുത്. കാരണം എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ സിനിമ മോശമാണെന്ന് ഒന്നുമല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ എന്നോട് വിരോധമൊന്നും തോന്നരുത്. നിങ്ങൾ തന്നെ നാളെ ഒരു മുഴുനീളെ കട്ട എൻ്റർടൈനറോ അല്ലെങ്കിൽ മുഴുനീര് വളരെയധികം എന്നെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയും. ആസിഫ് അലിയുടെ ഫുൾ ഒരു കരിയർ എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ആസിഫ് അലിനെ വളരെയധികം ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് നേരിട്ട് കണ്ടിട്ട് ഞാൻ ചെന്ന് കൈ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് മച്ചാനെ പൊളിച്ചു എന്നുള്ള പോലും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ഫീൽ ഈസ് എ വെരി ഗുഡ് ആക്ടർ, എസ്പെഷ്യലി ഇൻ ദ പാസ്റ്റ് 3 ഇയേഴ്സ്. ആ ഒരു ചേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോക്കണ്ണനെ കൊണ്ട് വരെ തിരുത്തി പറയിപ്പിച്ച ഒരു നടൻ നന്നാവാം അല്ലെങ്കിൽ മെച്ചപ്പെടുത്താം എന്ന് സ്വയം മനസ്സിലാക്കി നല്ല നല്ല റോളുകൾ സെലക്ട് ചെയ്ത് നല്ല എഫേർട്ട് എടുത്ത് കിഡുമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് ആസിഫ് അലി. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കിഷ്കിൻ്റെ കണ്ടം വാസ് സൂപ്പർ സ്പെഷ്യൽ ഫോർ മീ. അതുകൊണ്ട് ഞാൻ ആ സിനിമ 2 തവണ കണ്ടത്. ഇക്കൊല്ലം തന്നെ കണ്ട രേഖാചിത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസിഫ് അലി കീപ്സ് ഓൺ ഡൂയിങ് വാട്ട് ഹീ ഡസ് ബെസ്റ്റ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ. മാരിയോക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്റ്റാർ നല്ല സൂപ്പറായിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ പോട്ടെ. ആ ഒരു നല്ല നടൻ എന്നുള്ള ആസിഫ് അലിയെ കൂടുതൽ കാണാൻ പറ്റട്ടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.